ഹായ് ഗായ്സ്. സോ ഞാനിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കും കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആണ് ഒട്ടുമിക്ക PGs ഉള്ളത്. അപ്പം മെട്രോയിൽ ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിലും ഒരു ലോഡ് കണക്കിന് ആൾക്കാർ ഇറങ്ങുന്ന അവിടെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒട്ടുമിക്ക PGs അവിടെയാണ്. അപ്പം എന്താണ് ഈ മെട്രോയിലെ റിയൽ അവസ്ഥ എന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. സോ അതിനാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ എസ്കലേറ്ററിലാണ്. സമയം ഒരു 3:45 ഉള്ളൂ. ഓഫീസിൽ ഇപ്പോൾ ഒരു ട്രെയിനിങ് പീരീഡ് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് തോന്നിയ ടൈമിൽ വരാം, തോന്നിയ ടൈമിൽ പോകാം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഓഫീസിൽ നിൽക്കാണ്ട് വേഗം ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ് ഈ ടൈമിൽ ഇറങ്ങിയത്. സോ ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. ബട്ട് മെട്രോ വരാൻ ഇനിയും 7 മിനിറ്റ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിൽക്കാം. അയ്യോ, ഇത് ചല്ലകട്ട പോണല്ലേ. എനിക്ക് ഇങ്ങോട്ടേക്കല്ല അങ്ങോട്ടേക്കാ പോവാനുള്ളത്. ഷിറ്റ്. അയ്യ മോനെ, മെട്രോയിൽ ഈ അവിടേക്കല്ല ഇതിന് കയറേണ്ടത്, മറ്റോടത്തേക്ക് ഇതിന് കയറേണ്ടത്. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇതിലങ്ങ് മറന്നുപോയി. ഏതോ ഒരു മെട്രോ വരുന്നതിൻ്റെ അനൗൺസ് കേൾക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യമല്ലേ. ഇതാണിത്. എനിക്ക് വൈറ്റ് ഫീൽഡ് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഞാൻ അറിയാണ്ട് എന്നും പോകുന്ന ഒരു ഇതിൽ ഇങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ഓടണോ? സ്റ്റെപ്പ് കയറണം. ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആ ടൈമിൽ ഇങ്ങോട്ട് കയറിയോണ്ട് മെട്രോ കിട്ടി. അപ്പൊ ഇതാണ് ഗൈസ് നമുക്ക് പോവാനുള്ള മെട്രോ. ഞാൻ അപ്പുറത്ത് നിന്നുണ്ടെങ്കിൽ ഇത് കിട്ടൂലായിരുന്നു. ഇതാണ് നമ്മളെ മെട്രോന്റെ സ്റ്റോപ്പ്. വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലകട്ടെന്ന് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ കാത്തിക്കുന്നുണ്ടാവും. എനിക്കിത് ആദ്യമായിട്ടല്ല. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം എനിക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറേണ്ടതിന് ആദ്യം ഇവിടെ തന്നെ കയറിയത്. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ച് തെറ്റിപ്പോയില്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ തന്നെ വരുന്നത്. അങ്ങനെ തിരിച്ചിങ്ങോട്ടും വന്നു. എന്തായാലും മൊത്തം ഓട്ടമായിരുന്നു. എന്താ ഡോർ ഇതുവരെയായിട്ട് അടയ്ക്കാത്ത? സാധാരണ ഡോറ് വേഗം അടയ്ക്കാറുണ്ട്. ചിലപ്പം ഇവിടെ ഐ ടി മേഖലയാണല്ലോ. ലൈക്ക് അതിൻ്റെ കൂടുതൽ ബിൽഡിങ്സും ഈ ഏരിയയിലുണ്ട്. അപ്പം ആൾക്കാർ കുറെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം. ഐ ഡോണ്ട് നോ. ഒരു സ്റ്റോപ്പ് അപ്പുറം ആണ് ഇറങ്ങാനുള്ളത്. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ബസ്സിൽ പോകും, ഇടയ്ക്ക് മെട്രോ പോകും, ഇടയ്ക്ക് നടന്നും പോകും. പിന്നെ ബസ് സ്റ്റോപ്പ് കുറച്ച് അപ്പുറത്തേക്കാണ്. ഇത് ആ കാണുന്നതാണ് നമ്മളെ ഓഫീസ്, ഐക്കൺ. നമ്മൾ മെട്രോ പോകുമ്പോൾ തോന്നും കുറേ ദൂരം ഉണ്ടെന്ന്. പക്ഷേ ആൾക്കാരൊക്കെ ഇറങ്ങുന്നു. ഇനി നമുക്ക് നോക്കാം. അയ്യോ, ഇവിടെ സ്റ്റെപ്പിലല്ലോ പെട്ടു. ഇതിൽ ആൾക്കാർ കുറവാണല്ലോ. ലൈക്ക് ഞാനിപ്പം 3:45 ഉള്ളൂ. അതുകൊണ്ട് അത്ര ആൾക്കാരില്ല. ഇത് 4:30-5 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ ആലോചിക്കേ വേണ്ട. ഞാൻ വിചാരിച്ച ആ ഒരു തിരക്ക് കിട്ടില്ല. സാരല്ല, അടുത്ത പ്രാവശ്യം നോക്കാം. ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്താണെങ്കിൽ ലിഫ്റ്റിലാണ് വരല്. പിന്നെ കണ്ടോ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ ഭാഗത്തോടാണ് ഞാൻ എക്സിറ്റ് ആകാൻ പോകുന്നത്. ഞാൻ ഫോണിലാണ് എപ്പോഴും മെട്രോയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാറ്. ബിക്കോസ് ഫോണിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ചെറിയ എന്തോ ഒരു ഡിസ്കൗണ്ട് കിട്ടും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ QR ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അതിലേക്ക് ഹായ് അയച്ചാൽ മതി. സോ ഗൈസ്, അതാണ് എൻ്റെ 1 സ്റ്റോപ്പ് മെട്രോ യാത്രയുടെ ഒരു പ്രത്യേകത. ലൈക്ക് ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രാവലിംഗ്. ഗായ്സ്, പിന്നെ അബദ്ധം പറ്റി ഗായ്സ്. എനിക്ക് ഇവിടേക്ക് അല്ലായിരുന്നു പോകേണ്ടത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറെ കരടീനൊക്കെ കണ്ട്. അപ്പോഴാ മനസ്സിലായത് വഴി തെറ്റിയത്. പക്ഷേ ഇനിയിപ്പോ പിന്നെയും കയറിയിട്ട് അപ്പുറത്തേക്ക് പോകണം. ഇതെന്താ വീഡിയോ എടുക്കുന്ന ദിവസം മാത്രം ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാഡ് ലക്ക്. ഈ കടുകൊടി ട്രീ പാർക്ക് സൈഡിൽ നിന്ന് ഞാൻ കണ്ടതാ. പക്ഷേ ഞാൻ അത്ര അങ്ങോട്ട് ആലോചിച്ചില്ല. ഗൈസ്, വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് എനിക്കത് വായിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. വീഡിയോ എടുക്കണ ഒരു കോൺസെൻട്രേഷനിലായിപ്പോയി.
ഒരാവശ്യമില്ലാണ്ട് വെറുതെ കുറേ നടന്നു. ഇവിടെ ആണെങ്കിൽ എസ്കലേറ്റർ ഫുള്ള് മുകളിലേക്ക് കയറുന്നതാ. താഴത്തേക്ക് പോയ എസ്കലേറ്റർ ഇല്ല, അതുകൊണ്ട് സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ ഗൈസ് നമ്മൾ അവസാനം നമ്മളുടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇതാ ഭയങ്കര വെയിലാണ്, ഞാനാണ് സൺസ്ക്രീൻ ഒട്ടിച്ചില്ല, സാരമില്ല. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.